വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ജനറേഷൻസ് 2G, 3G, 4G ആൻഡ് 5G. വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് ജനറേഷൻ മുതൽ 5th ജനറേഷൻ വരെയുള്ള ഡെവലപ്മെൻറ്റ് നമുക്കതിൽ പഠിക്കാനുണ്ട്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 1970s to 80s കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പായത്. അവിടെ നമ്മൾ അനലോഗ് വോയിസ് സിഗ്നൽസ് ആയിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 1980s to 90s സെക്കൻഡ് ജനറേഷൻ ഡെവലപ്പായി. അവിടെ അനലോഗ് വോയിസ് സിഗ്നലിന് പകരം ഡിജിറ്റൽ വോയിസ് സിഗ്നൽസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടുത്തെ ഡാറ്റ റേറ്റ് എത്രയായിരുന്നു? ഫ്യൂ കിലോബിറ്റ്സ് പെർ സെക്കൻഡ് ആയിരുന്നു ഡാറ്റ റേറ്റ്. ഇനി 2Gന്ന് 3Gയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറേഷൻ ഉണ്ട്. അതിന് നമ്മൾ 2.5G എന്നാണ് പറയുന്നത്. 2.5Gയിൽ നമ്മൾ ഡിജിറ്റൽ വോയിസ് സിഗ്നൽസിനൊപ്പം തന്നെ ഡാറ്റ സിഗ്നൽസും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഡാറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ചാനലൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്? വോയിസ് ചാനലിൽ കൂടെ തന്നെയാണ് ഡാറ്റയും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 2.5Gയിലാണ് നമുക്ക് GPRSും എഡ്ജൊക്കെ ഡെവലപ്ഡ് ആയത്. ഇനി 1990s to 2000 റേഞ്ചിൽ നമ്മൾ 3G ഡെവലപ്ഡായി. അതിൽ ഡിജിറ്റൽ ആൻഡ് വോയിസ് ഡാറ്റ ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിരുന്നു. ഡാറ്റയ്ക്കും വോയിസിനും സെപ്പറേറ്റ് ചാനൽസ് അവൈലബിൾ ആയിരുന്നു. 3G ആയപ്പോഴത്തേനും നമ്മൾ ഇൻ്റർനെറ്റ് വൈഡ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എൻ്റർടൈൻമെൻറ്റിന് മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസിന് വരെ ഇൻ്റർനെറ്റ് അവൈലബിൾ ആവാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഡാറ്റ സർവീസസിൻ്റെ നീഡ് കൂടാനായിട്ട് തുടങ്ങി. ഓക്കെ, അതുകൊണ്ട് തന്നെ 3Gയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? ഡാറ്റ ട്രാൻസ്മിഷനാണ്. 4G ഡെവലപ്പ് ചെയ്തത് 2000-ലാണ്. 2000 മുതൽ ഇന്ന് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? 4G യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ. നമുക്കറിയാം വോയിസ് കമ്മ്യൂണിക്കേഷനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഡാറ്റ ട്രാൻസ്മിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി 3G മുതൽ. അപ്പോൾ ഇതിൽ 4Gന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഡാറ്റ ട്രാഫിക് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഡാറ്റ ട്രാഫിക് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ സ്പീഡ് പറയുകയാണെങ്കിൽ hundreds of megabits per second ആണ് സ്പീഡ് വരുന്നത്. അതിനുശേഷം 2020 ഡെവലപ്പായിട്ടുള്ളൊരു സിസ്റ്റമാണ് 5G. 5Gയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് D2D അല്ലെങ്കിൽ ഡിവൈസ് ടു ഡിവൈസ് കമ്മ്യൂണിക്കേഷനാണ്. ഡിവൈസ് ടു ഡിവൈസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അല്ലെങ്കിൽ SON അവൈലബിൾ ആണ്. SON മീൻസ് സെൽഫ് ഓർഗനൈസിങ് നെറ്റ്വർക്ക്സ് അതിൽ അവൈലബിൾ ആണ്. നമുക്ക് മില്ലിമീറ്റർ വേവ്സ് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് നമ്മളവിടെ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? സ്മോൾ സെൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ റേറ്റിൽ വന്ന ഇൻക്രീസിനനുസരിച്ചിട്ട് ടെക്നോളജിയിൽ നടന്ന ഡെവലപ്മെൻറ്റും അതിന് കറസ്പോണ്ടിങ് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസുമാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻസും ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡാറ്റ റേറ്റ് തന്നിട്ടുള്ളത് മെഗാബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. 0.01 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ഡാറ്റ റേറ്റുള്ള സമയത്ത് GSM ഡെവലപ്ഡായി. അപ്പോൾ നമുക്ക് ഇമെയിൽ ചെയ്യാനും SMS, IMS ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആയി. അതിനുശേഷം GPRS CDMA 2000 ഡെവലപ്ഡ് ആയപ്പോൾ മൾട്ടിമീഡിയ, ടെക്സ്റ്റ്, ഇമെയിൽ, റിംഗ് ടോൺസ്, സിമ്പിൾ ഗെയിംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവാനായിട്ട് തുടങ്ങി. അതിനുശേഷം എഡ്ജ്, CDMA 1X ഒക്കെ ഡെവലപ്പായപ്പോൾ MMS, വീഡിയോ ക്ലിപ്സ്, വെബ് ബ്രൗസിങ്, ഗെയിമിംഗ് ഒക്കെ അവൈലബിളായി. അതായത് സ്ട്രീമിംഗ് അവൈലബിളായി. അതിനുശേഷം വൈഡ് ബാൻഡ് CDMA WCDMA ഡെവലപ്പായപ്പോൾ ഇൻറ്ററാക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. അതായത് സ്ട്രീമിംഗ് ഓഡിയോ, വീഡിയോ, എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്, കോംപ്ലക്സ് ഗെയിംസ്, റോബസ്റ്റ് വെബ് ബ്രൗസിംഗ് ഒക്കെ അവൈലബിൾ ആവാനായിട്ട് തുടങ്ങി. അതിനുശേഷം CDMA 2000 1X, AVDO, HSDPA, HSUPA ഒക്കെ ഡെവലപ്മെൻറ്റോടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി? വീഡിയോ കോൺഫറൻസിങ്, VOD, ഇൻ്ററാക്റ്റീവ് ഗെയിംസ്, വയർലെസ് VPN, സ്ട്രീമിംഗ് വീഡിയോ ഒക്കെ അവൈലബിൾ ആവാനായിട്ട് തുടങ്ങി. ഇനി 4Gക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റീസെൻറ്റ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റിൻ്റെയും യൂസർ മൊബിലിറ്റിയുടെയും കമ്പാരിസണാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ വയർലെസ് LAN യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ട്രാൻസ്മിഷൻ റേറ്റ്, ഒരു ഹൈ റേഞ്ച് ഓഫ് ട്രാൻസ്മിഷൻ റേറ്റ് അതിനുണ്ട്. പക്ഷേ യൂസർ മൊബിലിറ്റി എങ്ങനെയാണ്? സ്റ്റേഷനറി ഓർ മൂവബിൾ, അതായത് മൂവബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാനാണ് നമ്മൾ 3G ഡെവലപ്പ് ചെയ്തത്. 3Gക്ക് യൂസർ മൊബിലിറ്റി വളരെ കൂടുതലുണ്ട്. വളരെ വലിയ യൂസർ മൊബിലിറ്റി അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് എങ്ങനെയാണ്? വളരെ കുറവാണ്.
അപ്പോൾ അതിന് പകരം നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്തതാണ് 4G. 2010 ശേഷം ഡെവലപ്പ് ചെയ്തതാണ് 4G. 4Gയുടെ പ്രത്യേകത എന്താണ്? അതിന് ഹൈ ഡാറ്റ റേറ്റ് ആൻഡ് ഹൈ മൊബിലിറ്റി അവൈലബിൾ ആണ്. ഡാറ്റ റേറ്റും കൂടുതലാണ്, അതുപോലെ തന്നെ മൊബിലിറ്റിയും കൂടുതലാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് 4G. ടെക്നോളജിയുടെ ഇവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 2000 വൈഫൈയും 3Gയും ഡെവലപ്ഡായി. അതിനുശേഷം 2010 ഒരു 10 വർഷത്തിന് ശേഷമാണ് 4G ഡെവലപ്ഡ് ആയത്. പിന്നീട് ഇപ്പോൾ 5G ഡെവലപ്ഡ് ആയത് 2010. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം, ഏകദേശം ഒരു 10 ഇയേഴ്സാണ് നമുക്കൊരു പുതിയ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിന് ഗോള് സെറ്റ് ചെയ്യാനും റിക്വയർമെൻറ്റ്സ് സെറ്റ് ചെയ്യാനും സ്പെക്ട്രം അലോക്കേറ്റ് ചെയ്യാനും സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് എൻഹാൻസ്മെൻറ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തതിന് ശേഷം ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഏകദേശം 10 വർഷമോ അതിൽ കൂടുതലോ എടുക്കും. പക്ഷേ ഇപ്പോൾ വരുന്ന സ്റ്റഡീസ് നോക്കുമ്പോൾ നമുക്ക് ഈ 10 വർഷം എന്നുള്ളത് 7, 6, 5 വർഷമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് പുതിയ ടെക്നോളജീസിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ടാണ് നടക്കുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ഓർ 1G ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയത് 1980s. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഓർ FDMA ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അനലോഗ് സിസ്റ്റം ആണത്. അതിൻ്റെ ബേസിക് മൊബിലിറ്റി വളരെ കുറവാണ്, ബേസിക് മൊബിലിറ്റി മാത്രമാണ് അതിനുള്ളത്. ഫ്രീക്വൻസി വരുന്നത് ടിപ്പിക്കലി 150 MHz ആൻഡ് എബോവ് ആണ്. ഇനി വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ളത്. എക്സ്ക്ലൂസീവ്ലി വോയിസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് 1G ഡെവലപ്ഡ് ആയിട്ടുള്ളത്. 1G കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? 2.4 kbps വരെയാണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. അതിൻ്റെ വോയിസ് ക്വാളിറ്റി വളരെ പുവറാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലാർജ് ഫോൺസ് ആണ്. ഈ ഫോണിൻ്റെയൊക്കെ ബാറ്ററി ലൈഫ് വളരെ കുറവാണ്. ഡാറ്റ സെക്യൂരിറ്റി, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ സെക്യൂരിറ്റി വളരെ കുറവാണ്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മൊബൈൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സർവീസസ് AMPS അറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്, ടോട്ടൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് TACS ഓർ എക്സ്റ്റെൻഡഡ് ടോട്ടൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ETACS, Nordic Mobile Telephone 450 or NMT 450 developed in Australia or Belgium, Nordic Mobile Telephone 900 NMT 900 developed in Cyprus and Denmark, CNETs developed in Germany, Portugal and South Africa, Radiocom 2000 employed in France, Radio Telephone Mobile Systems RTMS was employed in Italy, Nippon Telephone and Telegraph NTT was employed in Japan and later NTACS, that is narrowband total access communication systems, and JTACS Japanese total access communication systems were also employed. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മൊബൈൽ സിസ്റ്റംസ് ഓരോ കൺട്രിയിലും ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഇനി 1Gയുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? പുവർ വോയിസ് ക്വാളിറ്റിയാണ്, പുവർ ബാറ്ററി ലൈഫ്, ലാർജ് ഫോൺ സൈസ്, നോ സെക്യൂരിറ്റി, ഫ്രീക്വൻറ്റ് കോൾ ഡ്രോപ്സ്, ലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് പുവർ ഹാൻഡ് ഓഫ് റിലയബിലിറ്റി. 2G ഓർ സെക്കൻഡ് ജനറേഷൻ. 2G റെഫർ ചെയ്യുന്നത് സെക്കൻഡ് ജനറേഷൻ ഓഫ് മൊബൈൽ ടെലിഫോണിനെയാണ്. ഡിജിറ്റൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് നമ്മൾ 2Gയിലാണ്. 1991 ഫിൻലാൻഡിലാണ് 2G ലോഞ്ച് ചെയ്തത്. അതിൽ നമ്മൾ GSM ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. GSM ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ് GSM. ഇനി അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വാല്യൂ ആഡഡ് സർവീസസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2G മൊബൈൽ ഫോൺസിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ ആക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് വാല്യൂ ആഡഡ് സർവീസസ്? GPRSഉം എഡ്ജും. GPRS ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 2Gയുടെ കൂടെ GPRS ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡാറ്റ റേറ്റ് 64 to 144 kbps വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എഡ്ജാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡാറ്റ റേറ്റ് 144 kbps മുതൽ 1 Mbps വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 2Gയുടെ കൂടെ GPRS ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ 2.5G എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ GPRS യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വെബ് ബ്രൗസിങ്, ഇമെയിൽ സർവീസസ് ആൻഡ് ഫാസ്റ്റ് അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് സ്പീഡ്സ് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി
2Gയുടെ കൂടെ എഡ്ജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ 2.75G എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. 2Gയുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പീഡ്, ഡാറ്റ സ്പീഡ്സ് അപ് ടു 64 kbps, ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ മെസ്സേജിംഗ് പോസിബിൾ, better quality than 1G, web browsing and email services were possible with the help of GPRS and Edge. നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്തതാണ് 2Gയിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസ് പോസിബിൾ ആണ്, പക്ഷേ വോയിസ് ചാനലിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. 2Gയുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രോങ് ഡിജിറ്റൽ സിഗ്നൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് 2G യൂസ് ചെയ്തിരുന്ന മൊബൈൽ ഫോൺസ് വർക്ക് ചെയ്യുള്ളൂ. നെറ്റ്വർക്ക് കവറേജ് ഇല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് വീക്കായിരിക്കും, അപ്പോൾ നമുക്ക് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ കോംപ്ലക്സ് ഡാറ്റാസ് വരികയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് 2G സിസ്റ്റംസ് അണേബിൾ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2G എന്ന് പറയുമ്പോൾ അതിൽ GSM യൂസ് ചെയ്യുന്നുണ്ടെന്ന്. GSM എന്താണെന്നാണ് പറഞ്ഞത്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മൊബൈൽ വോയിസ് ആൻഡ് ഡാറ്റ സർവീസസ്. മൊബൈൽ വോയിസസും ഡാറ്റ സർവീസസും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജിയാണ് GSM. GSMൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംപ്രൂവ്ഡ് സ്പെക്ട്രം എഫിഷ്യൻസി, ഇൻ്റർനാഷണൽ റോമിംഗ്, ലോ കോസ്റ്റ് മൊബൈൽ സെറ്റ്സ് ആൻഡ് ബേസ് സ്റ്റേഷൻസ്, ലോ ക്വാളിറ്റി സ്പീച്ച്, കോമ്പാറ്റബിലിറ്റി വിത്ത് ഇൻ്റഗ്രേറ്റഡ് സർവീസസ്, ഡിജിറ്റൽ നെറ്റ്വർക്ക് ഓർ ISDN ആൻഡ് അതർ ടെലിഫോൺ കമ്പനി സർവീസസ്, സപ്പോർട്ട് ഫോർ ന്യൂ സർവീസസ്. അപ്പോൾ എന്തൊക്കെയാണ് GSMൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്? സ്പെക്ട്രൽ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും, റോമിംഗ് കൊണ്ടുവരാനായിട്ട് പറ്റും, അതുപോലെ തന്നെ അതിലുള്ള മൊബൈൽ സെറ്റും ബേസ് സ്റ്റേഷൻസൊക്കെ ലോ കോസ്റ്റ് ആണ്. ലോ കോസ്റ്റ് ആണെങ്കിലും ക്വാളിറ്റി ഓഫ് സ്പീച്ച് എങ്ങനെയാണ്? ഹൈ ആണ്. അതുപോലെ നമുക്കറിയാം ISDNs നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ISDNസിനോട് കോമ്പാറ്റബിൾ ആയിരിക്കും. അതുപോലെ ടെലിഫോൺ കമ്പനിയുടെ മറ്റ് സർവീസസിനോട് 2Gയുടെ കൂടെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് GPRS. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. GPRS മീൻസ് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു GPRS ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റത്തിന് നമ്മൾ 2.5G ടെക്നോളജി എന്നാണ് പറയുന്നത്. 2.5G എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 2G സിസ്റ്റത്തിൻ്റെ കൂടെ നമ്മൾ പാക്കറ്റ് ഡാറ്റ ക്വാളിറ്റീസ് ആഡ് ചെയ്തിട്ട് അതിനെ മോഡിഫൈ ചെയ്യുമ്പോഴാണ് അതിനെന്ത് വിളിക്കുന്നത്? 2.5G എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡാറ്റ റേറ്റ്സ് ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്. GSMനാണെങ്കിൽ ഡാറ്റ റേറ്റ് വരുന്നത് 9.6 kbps ആണ്. GPRSനാണെങ്കിൽ 20 to 40 kbps വരെ ഡാറ്റ റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താക്കാൻ പറ്റി? നമുക്ക് ഡാറ്റ റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി GPRS എന്താ ചെയ്യുന്നത്? ഒരു സിംഗിൾ യൂസറിന് തന്നെ മോർ ദാൻ 8 ടൈം സ്ലോട്ട്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സാധാരണ നമ്മൾ ഡിഫറെൻറ്റ് യൂസേഴ്സിന് നോർമലി ഒരു ടൈം സ്ലോട്ടാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. എക്സ്ട്രാ ടൈം സ്ലോട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? മോർ ഡാറ്റ കേപ്പബിലിറ്റീസ് കിട്ടും. പക്ഷേ മോർ ടൈം സ്ലോട്ട് വരുമ്പോൾ പവർ ഡിസിപ്പേഷൻ കൂടാനും ബാറ്ററി ലൈഫ് ഒരു ഇഷ്യൂ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുന്നുണ്ട്. 2Gനെ 2.75G ആക്കിയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ് ഫോർ GSM ഇവല്യൂഷനാണ്. അതെന്ന് പറയുന്നത് ഒരു GSMൻ്റെ ഇംപ്രൂവ്ഡ് വേർഷനാണ്. എങ്ങനെയാണത് ഇംപ്രൂവ്ഡ് ആവുന്നത്? അതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഹയർ ആണ്. അതുപോലെ തന്നെ അത് ഓൾഡർ സിസ്റ്റംസുമായിട്ട് കോമ്പാറ്റബിളും ആണ്. അപ്പോൾ എഡ്ജ് എങ്ങനെയാണ്? GSMത്തിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. GSMത്തിനേക്കാളും ഹയർ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് അത് പ്രൊവൈഡ് ചെയ്യും. എന്നാൽ GSM സിസ്റ്റംസ് ഓൾഡ് സിസ്റ്റംസുമായിട്ട് കോമ്പാറ്റബിളായിട്ട് അതിന് വർക്ക് ചെയ്യാനായിട്ടും പറ്റും. എങ്ങനെയാണ് എഡ്ജ് ഇത് പോസിബിൾ ആക്കുന്നത്? ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ്റെ 3G സ്റ്റാൻഡേർഡും pre-3G റേഡിയോ ടെക്നോളജീസും യൂസ് ചെയ്തിട്ടാണ് എഡ്ജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എഡ്ജിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഏത് GPRS നെറ്റ്വർക്കിൻ്റെ കൂടെ നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എഡ്ജിൻ്റെ അതർ നെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എൻഹാൻസ്ഡ് GPRS ഓർ eGPRS, IMT സിംഗിൾ ക്യാരിയർ IMT SE, ഇതാണ് എഡ്ജിൻ്റെ മറ്റ് പേരുകൾ. ഇത് പാക്കറ്റ് സ്വിച്ച്ഡ് ആപ്ലിക്കേഷനുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. അത് ബാക്ക്വേർഡ് കോമ്പാറ്റബിളും ആണ്. ഏത് പാക്കറ്റ് സ്വിച്ച്ഡ് ആപ്ലിക്കേഷനോടും എഡ്ജ് കോമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് കോമ്പാറ്റബിൾ ആണ്. ബാക്ക്വേർഡ് കോമ്പാറ്റബിൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സിസ്റ്റിംഗ് ഓർ ഓൾഡർ വേർഷൻസ് ഓഫ് സിസ്റ്റത്തിനോട് അതെന്തായിരിക്കും? കോമ്പാറ്റബിൾ ആയിരിക്കും. ഇനി GSM TDMA സിസ്റ്റത്തിൽ 384 kbps എന്നുള്ളൊരു സ്പീഡിൽ ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കാനായിട്ട് എഡ്ജ് യൂസ് ചെയ്യാം. എഡ്ജിൽ യൂസ് ചെയ്യുന്ന GSMത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ ടെക്നിക്ക് ഏതാണ്? GMSK ആണ്. അതായത് ഗോഷ്യൻ മിനിമം ഷിഫ്റ്റ് കീയിങ് ആണ് യൂസ് ചെയ്യുന്നത്.
എഡ്ജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയർ ബിറ്റ് റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ ടെക്നോളജി 8 PSK ആണ്. 8 PSK or 8 ഫേസ് ഷിഫ്റ്റ് ഗെയിൻ. അപ്പോൾ GSM നിന്ന് GSM എഡ്ജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അഡീഷണൽ നെറ്റ്വർക്ക് എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകോപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 അഡീഷണൽ നോഡ്സാണ് GGSN-ഉം SGSN-ഉം. GGSN എന്ന് പറഞ്ഞാൽ ഗേറ്റ്വേ GPRS സർവീസ് നോഡും SGSN എന്ന് പറഞ്ഞാൽ സർവീസ് GPRS സർവീസ് നോഡും. GSM എഡ്ജ് കോമ്പാറ്റബിൾ മൊബൈൽ ഹാൻഡ്സെറ്റ്സ് ആർ റിക്വയർഡ് ടു അവൈൽ ദ സർവീസ്. ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആക്കണമെങ്കിൽ GSM എഡ്ജ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മൊബൈൽ ഹാൻഡ്സെറ്റ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. 2Gയുടെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? നാരോ ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഗോഷ്യൻ മിനിമം ഷിഫ്റ്റ് ഗെയിൻ. 2.75Gയിൽ അത് 8 PSK ആവുന്നുണ്ട്. പക്ഷേ 2Gയിലാണെങ്കിൽ യൂസ് ചെയ്യുന്നത് GMSK ആണ്. മാക്സിമം ലൈക്ലിഹുഡ് സീക്വൻസ് ഡിറ്റക്ടർ, കൺവല്യൂഷൻ കോഡർ, TDMA, FDMA ആൻഡ് FDD. TDMA മീൻസ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഫ്രീക്വൻസി ഡിവിഷൻ. FDMA മീൻസ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. FDD means frequency division duplexing. ടു ജിക്കും 3Gക്കും ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്ററിം സ്റ്റേജാണ് 2.5G. 2.5Gയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോൺ കോൾസ്, ഫാക്സ്, വോയിസ് മെയില്, സെൻഡ് ഓർ റിസീവ് ഇമെയിൽ മെസ്സേജസ്, വെബ് ബ്രൗസിംഗ്, ക്യാമറ ഫോൺസ്, സ്പീഡ് ബിറ്റ്വീൻ 64 kilobits per second to 144 kilobits per second. Time to download a 3 minimum MP3 songs is 6 to 9 minutes. ഫോൺ കോൾസ് ചെയ്യാം, ഫാക്സ് ചെയ്യാം, വോയിസ് മെയിൽ ചെയ്യാം, ഇമെയിൽ മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും, വെബ് ബ്രൗസിംഗ് ചെയ്യാം, ക്യാമറ ഫോൺസ് അവൈലബിൾ ആക്കാം, സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 MP3 സോങ്സ് 9 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. 3G or third generation of mobile communication. പ്രീവിയസ് ജനറേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ മേജറായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ഓഫർ ചെയ്യുന്ന ജനറേഷനാണ് തേർഡ് ജനറേഷൻ. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഏതൊക്കെയാണ്? UMTS, HSPA, CDMA എക്സെട്ര. ഇനി തേർഡ് ജനറേഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഹൈ സ്പീഡ് വെബ് ബ്രൗസിംഗ് നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോ കോൺഫറൻസിങ്, മൾട്ടിമീഡിയ ഇമെയിൽസ് പോലെയുള്ള റണ്ണിങ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഈസി ട്രാൻസ്ഫർ നമുക്ക് അവൈലബിൾ ആണ്. ഡാറ്റ സ്പീഡ് 144 kilobits മുതൽ 2 megabits വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. 3D ഗെയിമിംഗ് യൂസ് ചെയ്യാം. 3G ടെക്നോളജീസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡൗൺ സൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യേണ്ടി വരും. കവറേജ് പ്രോബ്ലംസ് കൂടും. അതുപോലെ പവർ യൂസേജ് കൂടും. ഇനി നമ്മൾ ഹൈ ക്വാളിറ്റി വീഡിയോസൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ റേറ്റ്സ് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരും. ലൈസൻസിങ് ഫീയും മൊബൈൽ ടവർ ഫീയും പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ കോസ്റ്റുകൾ ഇതിലെങ്ങനെയാണ്? കൂടുതലാണ്. ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാനായിട്ട് ട്രെയിൻഡ് പേഴ്സണൽസിനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 3Gക്ക് ശേഷം 4Gക്ക് ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ജനറേഷൻ വരുന്നുണ്ട്, 3.5G. അതിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? 3Gനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ ടെക്നോളജീസ് ആഡഡ് അപ്പ് ചെയ്തിട്ടാണ് 3.5G ഡെവലപ്പായിട്ടുള്ളത്. അടുത്ത ടോപ്പിക്കാണ് HSPA. HSPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ സ്പീഡ് പാക്കറ്റ് ആക്സസ് ആണ്. അതൊരു വയർലെസ് ആക്സസ് ടെക്നോളജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? 3G മൊബൈൽ ടെർമിനൽസിൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി HSPA റെഫർ ചെയ്യുന്നത് രണ്ടിലുമുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. എന്തിലൊക്കെ? ഡൗൺ ലിങ്ക് സ്പീഡിലും അപ്പ് ലിങ്ക് സ്പീഡിലും. അതായത് ഹൈ സ്പീഡ് ഡൗൺ ലിങ്ക് പാക്കറ്റ് ആക്സസും ഹൈ സ്പീഡ് അപ്പ് ലിങ്ക് പാക്കറ്റ് ആക്സസുമാണ് HSPA കൊണ്ട് റെഫർ ചെയ്യുന്നുള്ളത്. ഇനി HSPA പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? HSPAയിൽ കൊണ്ടുവരുന്ന ഫർദർ എൻഹാൻസ്മെൻറ്റ്സിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഫർദർ എൻഹാൻസ്മെൻ്റ് ആണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്? ഹയർ ഓർഡർ മോഡുലേഷൻ, MIMO മീൻസ് മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട്, CPC, കരിയർ അഗ്രഗേഷൻ, ലെയർ 2 എൻഹാൻസ്മെൻറ്റ്, ആർക്കിടെക്ചറൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക്.
ഇനി ഓരോ 3GPP റിലീസിലും 3GPP എന്ന് പറഞ്ഞാൽ എന്താണ്, തേർഡ് ജനറേഷൻ പാർട്ട്ണർഷിപ്പ് പ്രൊജക്റ്റിൻ്റെ റിലീസ് ഉണ്ടാകുമ്പോഴും HSPയിലേക്ക് ന്യൂ ഫീച്ചേഴ്സ് ആഡഡ് അപ്പ് ആവുകയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലിംഗ് ആൻഡ് ഡൗൺലിങ്ക് സ്പീഡ് ഇമ്പ്രൂവ് ആവാനും ലാറ്റൻസി റെഡ്യൂസ് ആവാനും നമ്പർ ഓഫ് സൈമൾട്ടേനിയസ് ഡാറ്റ കണക്ഷൻസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, 3Gയിലെ അടുത്ത ടെക്നോളജിയാണ് UMTS ഓർ യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. തേർഡ് ജനറേഷൻ മൊബൈൽ നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് UMTS. GSM സ്റ്റാൻഡേർഡ്സിൽ ബേസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വരുന്നത് 2 Mbps വരെയാണ്. ഓക്കെ, അതിൻ്റെ പ്രെഡിസസറായിട്ടുള്ള GSM ടെക്നോളജീനേക്കാളും GSM ടെക്നോളജി GPRSൻ്റെയോ എഡ്ജിൻ്റെയോ കൂടെ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ ഹയർ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഇതിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ 3G എന്ന് പറയുന്ന ടേമിന് പകരം പലപ്പോഴും ഇൻ്റർചേഞ്ചബിളി UMTS യൂസ് ചെയ്യാറുണ്ട്. UMTS ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, ഇംപ്രൂവ്ഡ് സെല്ലുലാർ കേപ്പബിലിറ്റി, ഗ്രേറ്റർ റേഞ്ച് ഓർ ബാൻഡ്വിഡ്ത്ത്, ബെറ്റർ റേഡിയോ സ്പെക്ട്രം എഫിഷ്യൻസി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലി ഓഫ് 3G സിസ്റ്റംസ്. 3G സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3G, 3.5G. ആദ്യത്തെ 3Gയിൽ CDMA 2000 ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് വരുന്നത് 384 kbps ആണ്. ഇനി 3.5G യൂസ് ചെയ്തപ്പോൾ അതിൽ HSP ആണ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജി. HSP എന്ന് പറയുന്നത് HSDPAയും HSUPA ഉണ്ട് നമ്മൾ കണ്ടു. അതിൻ്റെ സ്പീഡ് വരുന്നത് 30 Mbps വരെയാണ്. അതുപോലെ 3.5Gക്ക് യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നോളജിയാണ് 1x EVDO ഓർ RIV-ABC. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 to 30 Mbps ഡാറ്റ സ്പീഡ് വരുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് 3G. ന്യൂമറസ് ഡിഫറൻസസ് ഇൻ ദ ലൈസൻസിങ് ടേംസ്. It is challenge to build the necessary infrastructure for 3G. And third one is expense of 3G phones. Fourth one is lack of buy-in by 2G mobile users for the new 3G wireless services. 4G or fourth generation of mobile communication. 4G ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2011 അതിൽ യൂസ് ചെയ്തിട്ടുള്ള മേജർ ടെക്നോളജീസ് LTEയും VoLTEയും ആണ്. LTE means long term evolution, VoLTE means voice over LTE. ലോങ് ടേം ഇവല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? അതൊരു വയർലെസ് ബ്രോഡ്ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ്. മൊബൈൽസിലും അതുപോലെയുള്ള ഡാറ്റ ടെർമിനൽസിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് ബേസ് ചെയ്തിട്ടുള്ളത്? GSM ഓർ എഡ്ജിനെയും UMTS ഓർ HSPA ടെക്നോളജീസിനെയും ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് ലോങ് ടേം ഇവല്യൂഷൻ. ഇനി ലോങ് ടേം ഇവല്യൂഷൻ യൂസ് ചെയ്തിട്ട് വോയിസ് കോൾസ് ചെയ്യുന്നതിനാണ് VoLTE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 4G LTE നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വോയിസ് കോൾസ് ചെയ്യും. അതിന് മുമ്പ് വരെ 2G അല്ലെങ്കിൽ 3G യൂസ് ചെയ്തിട്ടാണ് വോയിസ് കോൾസ് ചെയ്തുകൊണ്ടിരുന്നത്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഹൈ സ്പീഡാണ്. 100 Mbps to 1 GB/s ആണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. മൊബൈൽ വെബ് ആക്സസ് പോസിബിൾ ആക്കിയിട്ടുണ്ട്. ഹൈ ഡെഫിനിഷൻ മൊബൈൽ TV നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. IP ടെലിഫോണി, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിഫോണി, HDTV, ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ ആൻഡ് വീഡിയോ കോൺഫറൻസിങ്, ഈ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 4th ജനറേഷൻ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാം. LTE ഓർ ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയുന്നത് 4th ജനറേഷൻ വയർലെസ് സ്റ്റാൻഡേർഡാണ്. പ്രീവിയസ് ടെക്നോളജീസ് ആയിട്ടുള്ള 3G ടെക്നോളജീസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സെൽഫോൺസിനും സെല്ലുലാർ ഡിവൈസസിനൊക്കെ ഹയർ നെറ്റ്വർക്ക് കപ്പാസിറ്റിയും സ്പീഡും പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നോളജിയാണ് LTE. അതിൻ്റെ അഡ്വാൻസ്ഡ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ്യൂസ്ഡ് കോസ്റ്റ് പെർ ബിറ്റ്, ഇൻക്രീസ്ഡ് സർവീസ് പ്രൊവിഷനിങ്, ദാറ്റ് ഈസ് മോർ സർവീസസ് അറ്റ് ലോവർ കോസ്റ്റ് വിത്ത് ബെറ്റർ യൂസർ എക്സ്പീരിയൻസ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ ഫ്രീക്വൻസി ബാൻഡ്സ്, സിംപ്ലിഫൈഡ് ആർക്കിടെക്ചർ ആൻഡ് ഓപ്പൺ ഇൻ്റർഫേസസ്, allow for reasonable terminal power consumption. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4G സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് വൈമാക്സും LTEയുമാണ്. LTE എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇവല്യൂഷനാണ്. അതെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. വൈമാക്സ് സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് പോർഷനായിട്ട് തന്നിട്ടുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി 4Gക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കീ ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് രണ്ടെണ്ണമാണ്. MIMO ആൻഡ് OFDM. MIMO മീൻസ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്.
OFDM എന്താണ്? ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. അപ്പോൾ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ where a single information stream is split among several closely spaced narrowband subband frequencies instead of a single wideband channel frequency. അതായത് അതൊരു ഡാറ്റ ട്രാൻസ്മിഷൻ മെത്തേഡാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡാറ്റ സ്ട്രീമിനെ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സ്ട്രീമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെവറൽ ക്ലോസ്ലി സ്പേസ്ഡ് നാരോ ബാൻഡ് സബ് ചാനൽസ് ആക്കി സബ് ചാനൽ ഫ്രീക്വൻസീസ് ആയിട്ട് മാറ്റും. ഒരു സിംഗിൾ വൈഡ് ബാൻഡ് ചാനൽ ഫ്രീക്വൻസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ എന്ത് ചെയ്യും? സെവറൽ ക്ലോസ്ലി സ്പേസ്ഡ് നാരോ ബാൻഡ് സബ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ് ഫോർ വൈഡ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് because of its efficiency and its robustness to multipath propagations. മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻസിൽ ഈ OFDM യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടും റോബസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ വൈഡ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ ഏതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക? OFDM ആണ് യൂസ് ചെയ്യുക. Advantages of 4G: high usability, support for multimedia services at low transmission cost, high bandwidth, tight network security. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. Challenges of 4G: the equipment required to implement a next generation network is still very expensive. Carriers and providers have to plan carefully to make sure that the expenses are kept realistic. Multi-mode user terminals, heterogeneity of 4G network, right selection of wireless system when in roaming the frequency is incompatible, quality of service, support and network infrastructure. 2G, 3G, 4G ഇതിൻ്റെ ഡാറ്റ റേറ്റ്സും ആപ്ലിക്കേഷൻസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 2Gയുടെയും 2.5Gയുടെയും ആപ്ലിക്കേഷൻസ് വരുന്നത് വോയിസ് ആൻഡ് ബേസിക് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. 3G, 3.5G യൂസ് ചെയ്യുന്നത് വോയിസ്, ഹൈ സ്പീഡ് ഡാറ്റ, വീഡിയോ കോളിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. 4G യൂസ് ചെയ്യുന്നത് ഓൺലൈൻ ഗെയിമിംഗ്, വീഡിയോ കോൺഫറൻസിങ്, HD TVക്കൊക്കെ വേണ്ടിയിട്ടാണ്. 5G or fifth generation of wireless communication. 5G is also known as Real World Wireless or WWWW. WWWW means World Wide Wireless Web. 4Gയിൽ നിന്ന് 4.5Gയിലേക്ക് മാറുമ്പോൾ നമ്മൾ LTE അഡ്വാൻസ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 4.5Gയിൽ നിന്ന് 5Gയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. മാസീവ് IoT ആൻഡ് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, 5Gനെ ഡിസൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ന്യൂ IoT ആൻഡ് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ യൂസ് കേസസ് ദാറ്റ് വിൽ റിക്വയർ ന്യൂ ടൈപ്സ് ഓഫ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. 5Gയിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്? EHF or extremely high frequency or millimeter waves are used for communication in 5G. Main features of 5G technology: up to 10 gigabits per second data rate, which is 10 to 100 times improvement over 4G. 1 millisecond latency is very much reduced. 1000 times bandwidth per area, 100% coverage, 99% reduction in network energy usage, up to 10 years battery life for low power IoT devices. 5Gയിൽ യൂസ് ചെയ്യുന്ന കീ ടെക്നോളജീസ് ഏതൊക്കെയാണ്? മാസീവ് മിമോ, മില്ലിമീറ്റർ വേവ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെയാണ്. മാസീവ് മിമോ, മില്ലിമീറ്റർ വേവ്, സ്മോൾ സെൽസ്, ലൈഫൈ ഇതുപോലെയുള്ള ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് പ്രീവിയസ് ഡീക്കേഡിനേക്കാളും വളരെ കൂടിയ സ്പീഡ്, ദാറ്റ് ഇസ് 10 gigabits per second വരെയുള്ള സ്പീഡ് യൂസറിന് പ്രൊവൈഡ് ചെയ്യാനും ലാറ്റൻസി വളരെ കുറയ്ക്കാനും അതുപോലെ തന്നെ 100 ബില്യൺ ഡിവൈസസിനെ കണക്ട് ചെയ്യാനും ഒക്കെ പോസിബിൾ ആക്കുന്ന ജനറേഷനാണ് 5th generation. 5Gയുടെ മേജർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി അമേസിംഗ്ലി ഫാസ്റ്റ്, ഗ്രേറ്റ് സർവീസ് ഇൻ എ ക്രൗഡ്, ബെസ്റ്റ് എക്സ്പീരിയൻസ് ഷുഡ് ഫോളോ യു, സൂപ്പർ റിയൽ ടൈം ആൻഡ് റിലയബിൾ കണക്ഷൻസ്, യുബിക്വിറ്റോസ് തിങ്സ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള
റിക്വയർമെൻറ്റ്സ്. അതുപോലെ അത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് റിലയബിൾ ആയിരിക്കണം. നല്ല മൊബിലിറ്റി വേണം. മൊബിലിറ്റി ഉള്ളപ്പോൾ തന്നെ കവറേജും ആക്സസിബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. ലാർജ് ക്ലൗഡ്സിൽ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഹൈ ബിറ്റ് റേറ്റ് ആയിരിക്കണം. മെനി സിമ്പിൾ ഡിവൈസസിനെ കവറേജ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. The advantages of 5G over 4G are as follows. Speed and performance, small antenna, ultra fast technology. Router will connect the smartphone, thermostat, video game, camera, tablet, laptop, etc. Challenges of 5G. The target on the vertical sector. Provide in a car connectivity to the internet and access to the driver assistant information. Spectrum harmonization. If the frequency is below 3.4 to 3.8, then the 5G would stop functioning. Increased taxation. Net neutrality issue. Here we can see a comparison between 1G to 5G. 1G was introduced in 1979, 2G was introduced in 1991, 3G was introduced in 2001, and 4G was introduced in 2010, and 5G was introduced in 2019. Technologies used as AMPS, TACS in 1G, GSM in 2G, WCDMA in 3G, WiMAX and LTE in 4G, and MIMO in 5G. Frequency range is also given. Internet service is normal in 1G, narrowband in 2G, broadband in 3G, ultra broadband in 4G, wireless World Wide Web in 5G. Net speed is 2.4 kilobits per second in 1G, 64 kilobits per second in 2G, 2 megabits per second in 3G, 1 gigabits per second in 4G, and 10 gigabits per second in 5G. Application. 1G is used for voice calls only, 2G is used for voice calls and short messages, 3G is used for voice calls, GPS and MMS, 4G is used for video call, GPS and mobile TV. 5G is used for HD video and robots. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 1G to 4G ഉള്ള ജനറേഷൻസിൻ്റെ കമ്പാരിസൺ ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഇയറും ലൊക്കേഷൻ ഓഫ് ഫസ്റ്റ് കമേഴ്ഷ്യലൈസേഷൻ, ടെക്നോളജി, മൾട്ടിപ്പിൾ ആക്സസ് മെത്തേഡ് യൂസ്ഡ്, സ്വിച്ചിങ് ടൈപ്പ്, സ്പീഡ്, സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, സപ്പോർട്ട്സ്, ഇൻ്റർനെറ്റ് സർവീസ്, ബാൻഡ് വിഡ്ത്ത്, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, ബാൻഡ് ഫ്രീക്വൻസി ടൈപ്പ്, കരിയർ ഫ്രീക്വൻസി, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.